വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ 1 കോടി രൂപ പ്രഖ്യാപിച്ച് സൗദിയിലെ കേളി കലാ സാംസ്കാരിക വേദി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയായിരിക്കും പണം കൈമാറുക. റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കേളിയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെയായിരിക്കും 1 കോടി രൂപ സമാഹരിക്കുക. മുഴുവൻ അംഗങ്ങളെയും ഇതിനായി ഉപയോഗപ്പെടുത്തും. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കും. കേളിയെ പോലെയുള്ള ഒരു ചെറിയ സംഘടന ഇത്രമാത്രം വലിയ ഒരു സംഖ്യ ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച് നൽകുന്നു എന്ന സന്ദേശം അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരും ഈ ഒരു രീതിയിലേക്ക് വരും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനത്തിലൂടെ നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. നിലവിൽ 10 ലക്ഷം രൂപ പുനരധിവാസ പദ്ധതിയിലേക്ക് സംഘടന നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ 1 കോടി രൂപ കൂടി നൽകും. പ്രളയകാലത്തും കേരളത്തെ സഹായിക്കാൻ കേളി മുന്നോട്ട് വന്നിരുന്നു. 1/2 കോടി രൂപയാണ് അന്ന് കേളി സമാഹരിച്ചത്. കൊറോണ കാലത്ത് കേളി വാക്സിൻ ചാലഞ്ച് പദ്ധതിയിലേക്കും സഹായങ്ങൾ നൽകിയിരുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കേണ്ട നേരമാണിത്. വയനാടിനെ പുനരധിവസിപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ കൂട്ടായ്മകളുമായും സഹകരിക്കാൻ കേളി തയ്യാറാണെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മനുഷ്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ സഹജമായ എന്തൊക്കെ നമുക്കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഇവിടെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി നമുക്കവിടെ പോയി രക്ഷാപ്രവർത്തനമോ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളെടുത്തൊരു തീരുമാനമാണ് 1 കോടി ഇന്ത്യൻ രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനത്തിൽ കേളിയും അതുപോലെ തന്നെ റിയാദിലെ പ്രവാസി സമൂഹവും മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ തന്നെ നമ്മുടെ കേളിയോടൊപ്പം കൈകോർത്തുകൊണ്ട് ഇത് 1 കോടി എന്നുള്ളത് അതിൽ കൂടുതൽ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ആഗസ്റ്റ് 30 സ്നേഹസ്പർശം പദ്ധതി പൂർത്തിയാക്കും. KPM സാദിഖ്, സുരേഷ് കണ്ണപുരം, സീബ കുവോട്, സെബിൻ ഇക്ബാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്.